ഇങ്ങനെ ഒരു മാങ്ങ നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ പേര് ശ്രീ എന്നാണ്. പാലക്കാടുള്ള ഒരാൾ കണ്ടെത്തി ഇവിടെ ഈ കൂട്ടായ്മയിൽ പ്രദർശിപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന ഒരു മാങ്ങയാണ്. 5 കിലോയോളം ഭാരം വരുന്ന ഈ മാങ്ങ ഇനം തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. ഇതുപോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള നിരവധി മാങ്ങകൾ പല പേരുകളിൽ, അതുപോലെ തന്നെ പല നാടിൻ്റെ പേരുകളിൽ, പല കുടുംബ പേരുകളിൽ ഒരുപാടധികം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇതുവരേക്കും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളൊന്നും പോലും ഇല്ലാത്ത വിദേശ ഇനങ്ങളാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരുപാട് മാവിനങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ. ഇത് കണ്ടോ, തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുള്ള പെരുമാൾ മാങ്ങയാണ് കേട്ടോ. അതിൻ്റെ സൈസ് നോക്കിയേ, നമ്മൾ ഇതേവരെ ഇങ്ങനെ ഒരു മാങ്ങ കണ്ടിട്ടേ ഇല്ല കേട്ടോ. അതുപോലെ തന്നെ തിരുവനന്തപുരം ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മാങ്ങകൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ 4 kgയുടെ മാവ് കണ്ടിട്ടുണ്ടാവും. നിങ്ങളെന്നാലേ 4 kgയുടെ മാങ്ങ കണ്ടിട്ടുണ്ടോ? ഇതാണ് 4 kgയുടെ മാങ്ങ കേട്ടോ. നോക്കിയേ, സൈസ് നോക്കിയേ, എത്ര വലിപ്പമുള്ള മാങ്ങയാണെന്ന് നോക്കിയേ. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മാങ്ങ എന്നാണ് കേട്ടറിവ്. ഇതിപ്പോൾ കാണാൻ കഴിഞ്ഞു. നോക്കിയേ, വലിയ മാങ്ങയാണ്. ഇത് കണ്ടോ, ഗീര നമ്മുടെ ശ്രീലങ്കൻ വെറൈറ്റിയാണ് കേട്ടോ. ശ്രീലങ്കൻ വെറൈറ്റിയാണ് ഗീര. അതുപോലെ നെപ്പോളിയൻ ഉണ്ട്. ഒരുപാട് പേരുകളിൽ, വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരുകളിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. തെക്കേക്കര വീട്ടുപേരുകളൊക്കെയാണെന്ന് തോന്നുന്നു. അതുപോലെ ഒരുപാട് പേരുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാങ്ങകൾ കാണാൻ കഴിഞ്ഞു. ഈ മാങ്ങയുടെ ഷേപ്പ് നോക്കിയേ, മാങ്ങയാണ്, പക്ഷേ കണ്ടാൽ മാങ്ങയുടേത് പോലും എന്ന് മനസ്സിലാവാത്ത രീതിയിലുള്ളൊരു ഷേപ്പ്. അതുപോലെ ഈ മാങ്ങ നോക്കിയേ, കളർ നോക്കിയേ, ഒരു കുഞ്ഞു മാങ്ങയാണ് നോക്കിയേ. അത് മാത്രമല്ല, ട്രിവാൻഡ്രത്ത് നിന്നുള്ള ഈ ഒരു വെറൈറ്റി നോക്കിയേ, ആർട്ട് പോലെ വലിയ മാങ്ങയാണ്. എത്ര സൈസുള്ള മാങ്ങയാണെന്ന് നോക്കിയേ. കണ്ടോ, ഇവിടെ നോക്കിയേ, ഇത് വിളയാത്ത പച്ച മാങ്ങയാണ് എന്നുള്ള പേരെഴുതി ഒരു മാങ്ങ ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കളർ നോക്കിയേ, അത് കറക്റ്റ് പഴുത്തൊരു കളറിലാണുള്ളത്. പക്ഷേ എന്നിരുന്നാലും അത് എഴുതി വെച്ചിട്ടുണ്ട്, ഇത് വിളയാത്ത പച്ച മാങ്ങയാണെന്ന്. കാരണം അത്രയ്ക്ക് ഇത് ഇനിയും സൈസും കളറുമായി പഴുത്ത് കഴിയുമ്പോൾ വളരെ നല്ല സുഗന്ധത്തോടുകൂടി നല്ല കളറായി വരേണ്ട മാങ്ങയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ.